ഞങ്ങളിപ്പോൾ കൊവൻട്രി എന്ന പട്ടണത്തിലാണുള്ളത്. കൊവൻട്രി കത്തീഡ്രലിന് മുന്നിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം വൈകുന്നേരമാണ് ഞങ്ങൾ ലണ്ടനിൽ നിന്നും കൊവൻട്രിയിലെത്തിയത്. ഇവിടേക്ക് വരാൻ പ്രത്യേകമായ കാരണമുണ്ടായിരുന്നു. ഇപ്പോൾ മകൾ ജീവിക്കുന്നതും ജോലി ചെയ്യുന്നതും ഇവിടെയാണ്. അതിനാൽ മകളോടൊപ്പം താമസിക്കാം എന്ന ആഗ്രഹത്തിലാണ് ഇവിടേക്ക് വന്നത്. അവൾക്ക് മിക്കവാറും എല്ലാ ദിവസവും ജോലിക്ക് പോകേണ്ടതുണ്ട്. എങ്കിലും വൈകുന്നേരങ്ങളിൽ അവളോടൊപ്പം സമയം ചിലവിടാം. അവൾ ജീവിക്കുന്ന പട്ടണവും പരിസരവും കുറച്ചുകൂടി അടുത്തറിയുകയും ചെയ്യാം. മാളു രാവിലെ ജോലിക്ക് പോയപ്പോഴാണ് സിനിയും ഞാനും കൂടി പട്ടണമധ്യത്തിലേക്ക് വന്നത്. വൈകുന്നേരം വരെ സമയമുണ്ട്. പറ്റുന്നത്രയും കൊവൻട്രി പട്ടണം നടന്ന് കാണാം എന്ന തീരുമാനത്തിലാണ് ഞങ്ങളിപ്പോൾ. കൊവൻട്രി കത്തീഡ്രലിന് മുന്നിൽ എത്തിയിരിക്കുന്നത് അതിനാണ്. ഈ UK സീരീസിൽ ഒരുപാട് പള്ളികൾ കാണിക്കേണ്ടി വരും എന്നതിൽ സംശയമില്ല. കാരണം UK മാത്രമല്ല, യൂറോപ്പിലാകമാനം പട്ടണമായാലും ഗ്രാമമായാലും വികസിച്ചു വന്നിരിക്കുന്നത് ഒരു പള്ളിയെ മധ്യത്തിൽ നിർത്തിയായിരിക്കും. ആ ദേശത്തിൻ്റെ കഥ പറയുമ്പോൾ ഏറ്റവും പ്രാധാന്യത്തോടെ പ്രത്യക്ഷപ്പെടുക പള്ളിയായിരിക്കും. ആ സ്ഥലത്തിൻ്റെ സാംസ്കാരികമായ കേന്ദ്രബിന്ദു പള്ളിയായിരിക്കും. അതിനാൽ ഇവിടങ്ങളിൽ എത്തുന്ന ഏത് സഞ്ചാരിയും എത്ര സാധാരണ യാത്രികനായാലും ഒരു പള്ളിയുടെ മുന്നിൽ എത്തപ്പെടും എന്നത് ഉറപ്പാണ്. കൊവൻട്രി കത്തീഡ്രലിനെ വ്യത്യസ്തമാക്കുന്നത് രണ്ടാം ലോക മഹായുദ്ധത്തിൽ തകർന്ന പള്ളി അതേപോലെ നിലനിർത്തിക്കൊണ്ട് അതിൻ്റെ വാസ്തുരീതികളോട് ഇണങ്ങിച്ചേരും വിധം അതിനോട് ചേർന്നു തന്നെ പുതിയ പള്ളി നിർമ്മിച്ചിരിക്കുന്നു എന്നതാണ്. എന്നാൽ പുതിയ പള്ളി ഏറ്റവും ആധുനികമാണ്. അതേസമയം പഴയ തകർന്ന പള്ളിയും പുതിയ പള്ളിയും തമ്മിൽ പുറത്തുനിന്ന് നോക്കുമ്പോൾ വേർതിരിച്ചറിയാൻ പറ്റാത്ത വിധം ലയിച്ചു നിൽക്കുന്നു. നിർമ്മാണത്തിൽ പ്രകടിപ്പിച്ചിരിക്കുന്ന സൗന്ദര്യപൂർണമായ ഈ ചരിത്ര പ്രതിബദ്ധത അനന്യം എന്നു തന്നെ പറയാം. നാട്ടിലുള്ള ഒരു ചേട്ടൻ്റെ മകൻ നോട്ടിംഗ്ഹാം എന്ന പട്ടണത്തിലാണ് താമസിക്കുന്നത്. കൊവൻട്രിയിൽ നിന്നും ഏതാണ്ട് 1.5 മണിക്കൂർ ഡ്രൈവ് അകലത്തിലുള്ള പട്ടണമാണ് നോട്ടിംഗ്ഹാം. ഞങ്ങൾ കൊവൻട്രിയിലുണ്ട് എന്ന് അറിയാമെന്നതിനാൽ അയാൾ ഞങ്ങളെ കാണാൻ കൊവൻട്രിയിലേക്ക് വന്നു. അയാളുടെ ഭാര്യാപിതാവും ഒപ്പമുണ്ടായിരുന്നു. കൊവൻട്രി കത്തീഡ്രലിൻ്റെ മുന്നിൽ വെച്ചാണ് ഞങ്ങൾ കണ്ടുമുട്ടിയത്. ഏതാനും വർഷത്തിന് ശേഷമാണ് ഞങ്ങൾ പരസ്പരം കാണുന്നത്. കുറച്ച് സമയം അവരും ഞങ്ങളോടൊപ്പം കൊവൻട്രി കത്തീഡ്രലും പരിസരവും കാണാൻ കൂടി. പിന്നെ ഉച്ചഭക്ഷണം കഴിഞ്ഞ് അവർ നോട്ടിംഗ്ഹാമിലേക്ക് മടങ്ങി. മറ്റൊരു ദിവസം നോട്ടിംഗ്ഹാമിൽ അയാളുടെ വീട്ടിൽ പോകണം എന്ന് ഞങ്ങൾ കരുതിയിട്ടുണ്ട്. വിശുദ്ധ മൈക്കിളിൻ്റെ നാമധേയത്തിലുള്ള പള്ളിയാണ് കൊവൻട്രി കത്തീഡ്രൽ. ക്രിസ്ത്യാനിറ്റിയിലെ സവിശേഷമായ ഒരു മാലാഖ ബിംബമാണ് മിഖായേൽ, കാവൽ മാലാഖമാരിൽ പ്രധാനി. മിഖായേൽ മാലാഖയുടെ സവിശേഷമായ ഒരു ശില്പം പുതിയ പള്ളിയുടെ മുഖപ്പിൽ തന്നെ സ്ഥാപിച്ചിട്ടുണ്ട്. കൊവൻട്രി രൂപതയുടെ കത്തീഡ്രലാണ് ഇത്. രൂപത ബിഷപ്പിൻ്റെ ഇരിപ്പിടവും. യുദ്ധാനന്തരം പുതിയ പള്ളി നിർമ്മിച്ച് ഉദ്ഘാടനം നടത്തിയത് 1962 1962 തന്നെ ഒരു പുരാതന കാലമാണ്. എത്ര ആധുനികമായാണ് അക്കാലത്ത് പള്ളി നിർമ്മിച്ചിരിക്കുന്നത് എന്നത് ആശ്ചര്യകരം. ആംഗ്ലിക്കൻ സഭയിൽ അസാധാരണമല്ലെങ്കിലും കൊവൻട്രി രൂപതയുടെ നിലവിലെ ബിഷപ്പ് ഒരു വനിതയാണ് എന്നത് നമുക്ക് അത്ഭുതം തരുന്ന സംഗതിയാവും. സോഫി ജെല്ലി എന്നാണ് അവരുടെ പേര്. പള്ളിയിൽ നിന്നും പുറത്തേക്കിറങ്ങുമ്പോൾ പതിറ്റാണ്ടുകൾക്ക് മുൻപ് നാട്ടിലെ പഴയ പള്ളി പൊളിച്ച് പുതിയ പടുകൂറ്റൻ പള്ളി നിർമ്മിച്ചത് ഓർക്കുകയായിരുന്നു ഞാൻ. നാടിൻ്റെ സാംസ്കാരിക പൈതൃകം പേറുന്ന പുരാതന പള്ളി പൊളിച്ചു മാറ്റാതെ പുതിയ പള്ളി നിർമ്മിക്കണം എന്ന് അന്ന് ചെറുപ്പക്കാരായിരുന്ന ഞങ്ങൾ കുറച്ചുപേർ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ പള്ളി കമ്മിറ്റി അത് ചെവിക്കൊണ്ടില്ല. നാടിൻ്റെ പുരാതന കൾച്ചറൽ സ്വഭാവം പേറുന്ന പഴയ പള്ളി പൊളിച്ചു മാറ്റി യാതൊരു വ്യത്യസ്തതയും അവകാശപ്പെടാനില്ലാത്ത ഒരു കെട്ടിടം പടുത്തുയർത്തുകയും ചെയ്തു. ഇപ്പോൾ ഇവിടെ ഈ ഇടത്തരം ഇംഗ്ലീഷ് പട്ടണത്തിൽ യുദ്ധത്തിൽ തകർന്നുപോയ പള്ളി പോലും പൊളിച്ചു മാറ്റാതെ പുതിയ പള്ളി നിർമ്മിച്ചിരിക്കുന്നത് കാണുമ്പോൾ സിവിലൈസ്ഡ് സമൂഹങ്ങൾ എങ്ങനെയാണ് തങ്ങളുടെ സാംസ്കാരിക അസ്തിത്വത്തെ ചരിത്രനിരാസമില്ലാതെ സംരക്ഷിക്കുന്നത് എന്ന് ഞാൻ തിരിച്ചറിയുന്നു. പള്ളിയിൽ നിന്നും ഇറങ്ങി ഞങ്ങൾ പട്ടണത്തിലൂടെ നടന്നു. മകൾ പറഞ്ഞതിൽ നിന്നും ഞങ്ങൾ കരുതിയിരുന്നത് വളരെ ചെറിയ ഒരു ടൗണായിരിക്കും കൊവൻട്രി എന്നാണ്. എന്നാൽ അങ്ങനെയല്ല എന്നിപ്പോൾ മനസ്സിലാവുന്നു. ഒരു ഇടത്തരം പട്ടണത്തിൻ്റെ എല്ലാ സ്വഭാവവിശേഷവുമുള്ള ഒരു പട്ടണമാണ് കൊവൻട്രി. ഇംഗ്ലണ്ടിൻ്റെ ഏതാണ്ട് മധ്യത്തിലായി സ്ഥിതി ചെയ്യുന്ന ഒരു പട്ടണം. ഈ പ്രദേശം മുഴുവനായി അറിയപ്പെടുന്നത് വെസ്റ്റ് മിഡ്ലാൻഡ് എന്നാണ്.
ലണ്ടനിൽ നിന്നും വടക്ക് പടിഞ്ഞാറ് മാറി ഏതാണ്ട് 150 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ് കൊവൻട്രി. ലണ്ടനിൽ നിന്നും വളരെ ദൂരെയുള്ള സ്ഥലമാണ് എന്ന് പറയാൻ പറ്റില്ല. ആഴ്ചാന്ത്യങ്ങളിൽ ഇടയ്ക്കൊക്കെ മാളു ട്രെയിനിലും ബസ്സിലും കയറി ലണ്ടനിലുള്ള ചേട്ടൻ്റെ വീട്ടിൽ പോകാറുണ്ട്. അത് അത്ര ശ്രമകരമായ യാത്രയല്ല. ഒരു ദിവസം കുറച്ചു ദൂരം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നതുകൊണ്ട് ഒരു പട്ടണത്തിൻ്റെ രീതികളോ സ്വഭാവമോ നമുക്ക് കൃത്യമായി മനസ്സിലാവണം എന്നില്ല. എങ്കിലും ഒരു ധാരണ കിട്ടാതിരിക്കില്ല. കൊവൻട്രിയുടെ മാത്രം സ്വഭാവമല്ല ഇത്. UK-യിലെ ഏത് പട്ടണത്തിൽ ചെന്നാലും അതിൻ്റെ ഡെമോഗ്രഫി സങ്കരമാണ് ഇപ്പോൾ എന്ന് കാണാം. സായിപ്പിനെയും മദാമ്മയെയും മാത്രമല്ല നമ്മൾ പൊതുവിടത്തിൽ കാണുന്നത്. പലയിടത്തും അവർ തുച്ഛമായ എണ്ണത്തിലേ ഉള്ളൂ താനും. ഇന്ത്യക്കാരും പാകിസ്ഥാനികളും ബംഗ്ലാദേശികളും എല്ലായിടത്തുമുണ്ട്. ആഫ്രിക്കക്കാരും ചൈനീസ് വംശജരും ഈസ്റ്റ് ഏഷ്യൻ മുഖരൂപമുള്ളവരും ധാരാളം. മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള അറബ് വംശജരെയും ഒരുപാട് കാണാം. സിറിയയിലെയും മറ്റും ആഭ്യന്തര കലാപം UK-യിലേക്കും യൂറോപ്പിലേക്കും ഒരുപാട് അഭയാർത്ഥികളെ കൊണ്ടുവന്നിരുന്നുവല്ലോ. ഈ പട്ടണത്തിൽ നമുക്കത് വ്യക്തമായും അറിയാനാവും. പാലായിൽ നിന്നും UK-യിലേക്ക് കുടിയേറി വന്ന ഒരു ചെറുപ്പക്കാരൻ ആദ്യ ദിവസം ടൗണിലേക്ക് ഇറങ്ങിയിട്ട് ഞാൻ ഈരാറ്റുപേട്ട എത്തിയോ എന്ന് അത്ഭുതം കൂറിയതായി ഒരു കഥയുണ്ട്. ഇപ്പോഴത്തെ ഇംഗ്ലീഷ് പട്ടണങ്ങളുടെ സ്വഭാവം അല്പം നാടകീയത കലർത്തിയാൽ ഈ ചോദ്യത്തിൽ ലീനമാണ് എന്നതാണ് വാസ്തവം. അതുകൊണ്ട് തന്നെ UK-യിലെ ഒരു പട്ടണവും വളരെ വ്യത്യസ്തമായ ഒരു വിദേശ നാടായി നമുക്ക് അനുഭവപ്പെടില്ല. കൊവൻട്രി പട്ടണത്തിലൂടെ നടക്കുമ്പോഴും ഈ അപരിചിതത്വം ഇല്ലായ്മ തോന്നി. കൊവൻട്രി സിറ്റി സെൻറ്ററിലൂടെയും അവിടുത്തെ ചന്തയിലൂടെയും ഒക്കെ കുറച്ചു നേരം കാഴ്ചകൾ കണ്ട് നടന്നതിന് ശേഷം പിന്നീട് ആ ഭാഗത്തു നിന്നും വടക്കോട്ട് പോയി. എങ്ങോട്ട് നടക്കണം എന്ന ധാരണ ഉണ്ടായിട്ട് നടക്കുന്നതൊന്നുമല്ല. പട്ടണത്തിലെ കാഴ്ചകൾ കണ്ട് വെറുതെ നടക്കുകയാണ്. നടന്ന് ഒരു ഹൈവേ മുറിച്ച് കടന്ന് നടപ്പാലത്തിലൂടെ മറുഭാഗത്തെത്തി. കൊവൻട്രി കനാൽ എന്ന ഒരു ചെറിയ തോട് മാപ്പിൽ കാണുന്നുണ്ടായിരുന്നു. അതൊന്ന് കാണണം എന്ന് കരുതിയാണ് ഇവിടേക്ക് വന്നത്. കനാൽ ആരംഭിക്കുന്ന, ഒരുപക്ഷെ അവസാനിക്കുന്ന ഈ ഭാഗത്തെ കനാൽ ബേസിൻ എന്ന് പറയുന്നു. കനാലിൻ്റെ കരയിൽ ചെറിയ കഫേകൾ കണ്ടേക്കും എന്ന് കരുതി കൂടിയാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നത്. നടന്ന് തളർന്നിരുന്നതിനാൽ ഒരു കാപ്പിയോ ചായയോ കുടിച്ച് കനാലിൻ്റെ തീരത്ത് ഇരിക്കാം എന്ന് കരുതി. ആകെ ഒരു കഫേ മാത്രമാണ് ഈ ഭാഗത്ത് കണ്ടതെങ്കിലും അത് അടച്ചിട്ടിരിക്കുകയായിരുന്നു. കനാലിൽ നങ്കൂരമിട്ട് കിടക്കുന്ന നല്ല കടും നിറത്തിലുള്ള ബോട്ടുകൾ. കനാലിലൂടെ സഞ്ചാരികളുമായി പോകുന്ന ബോട്ടുകളായിരിക്കും എന്നാണ് കരുതിയത്. പക്ഷേ കൂടുതൽ ശ്രദ്ധിച്ചപ്പോൾ ചില ആളുകൾ, കുടുംബങ്ങൾ അതിനുള്ളിൽ താമസിക്കുന്നത് പോലെയാണ് തോന്നിയത്. വടക്കോട്ട് ഏതാണ്ട് 60 കിലോമീറ്റർ നീളത്തിൽ കിടക്കുന്ന ഒരു ജലപാതയാണ് കൊവൻട്രി കനാൽ. മാളു ജോലി കഴിഞ്ഞെത്തിയപ്പോൾ പട്ടണമധ്യത്തിലെ ഒരു തീൻശാലയിൽ പോയി രാത്രി ഭക്ഷണം കഴിച്ചു. അതോടെ കൊവൻട്രി പട്ടണത്തിലൂടെയുള്ള ഞങ്ങളുടെ പ്രദക്ഷിണം അവസാനിച്ചു. അടുത്ത ദിവസം കൊവൻട്രിക്കടുത്തുള്ള ബർമിംഗ്ഹാം എന്ന പട്ടണത്തിലേക്ക് പോയി. കൊവൻട്രിയിൽ നിന്നും ഒരു ട്രെയിൻ എടുത്താണ് ബർമിംഗ്ഹാമിലേക്ക് പോയത്. അവന്തി വെസ്റ്റ് കോസ്റ്റ് എന്നത് UK-യിലെ ചില പ്രധാന പട്ടണങ്ങളെ ബന്ധിച്ച് തീവണ്ടികൾ ഓടിക്കുന്ന ഒരു കമ്പനിയാണ്. ഹൈസ്പീഡ് ട്രെയിനുകളാണ്. കൊവൻട്രിയിൽ നിന്നും ബർമിംഗ്ഹാമിലേക്ക് 10-20 മിനിറ്റ് കൊണ്ട് എത്തും. ഇടയ്ക്ക് ബർമിംഗ്ഹാം ഇൻ്റർനാഷണൽ എന്ന ഒരു സ്റ്റേഷൻ മാത്രമാണുള്ളത്. ബർമിംഗ്ഹാം ഇൻ്റർനാഷണൽ എയർപോർട്ടിലുള്ള സ്റ്റേഷനാണ്. അത് കഴിഞ്ഞാൽ പട്ടണത്തിലെ പ്രധാന സ്റ്റേഷനായ ന്യൂ സ്ട്രീറ്റ് സ്റ്റേഷനായി.
ഞങ്ങൾക്ക് അവിടെയാണ് ഇറങ്ങേണ്ടത്. സ്റ്റേഷനിൽ നമ്മളെ വരവേൽക്കുക വളരെ വലിപ്പമുള്ള ഒരു കാളക്കൂറ്റൻ്റെ ലോഹശില്പമാണ്. ശരിക്കും നോക്കി നിന്നു പോകുന്ന വ്യത്യസ്തമായ ഒരു ശില്പം. ഓസി ദ ബുൾ എന്നാണ് ഈ ശില്പം അറിയപ്പെടുന്നത്. 2022 ഈ പട്ടണത്തിൽ വച്ച് നടന്ന കോമൺവെൽത്ത് ഗെയിംസിനോടനുബന്ധിച്ച് നിർമ്മിച്ച ശില്പമാണ്. അത് പിന്നീട് റെയിൽവേ സ്റ്റേഷനിലേക്ക് മാറ്റി സ്ഥാപിക്കുകയായിരുന്നു. ന്യൂ സ്ട്രീറ്റ് റെയിൽവേ സ്റ്റേഷന് വ്യതിരിക്തമായ ഒരു സ്വഭാവം നൽകാൻ ഈ ശില്പത്തിന് കഴിഞ്ഞിട്ടുണ്ട്. കാളക്കൂറ്റന്മാരുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും നമുക്ക് ബർമിംഗ്ഹാമിൽ കാണാൻ സാധിക്കും. അതിൻ്റെ കാരണം ചരിത്രപരമാണ്. മധ്യകാലം മുതൽ ബുൾ ബൈറ്റിംഗ് എന്ന വിനോദം വളരെ ശക്തമായി നടന്നിരുന്ന സ്ഥലമാണ് ബർമിംഗ്ഹാം. ബുൾ ബൈറ്റിംഗ് അത്ര സുഖകരമായ ഒരു വിനോദമല്ല. വേട്ടനായ്ക്കളുടെ മുന്നിലേക്ക് ഒരു കാളയെ ഇറക്കിവിട്ട് പട്ടികൾ കാളയെ ആക്രമിക്കുന്നത് കണ്ടു രസിക്കുന്ന ഒരു ഏർപ്പാടാണ് ബുൾ ബൈറ്റിംഗ്. പലപ്പോഴും കാളയുടെയും പട്ടികളുടെയും മരണത്തിൽ കലാശിക്കുന്ന രക്തരൂക്ഷിതമായ ക്രൂരമായ വിനോദം. തീവണ്ടി നിലയത്തിൽ നിന്നും ഇറങ്ങി റോഡ് മുറിച്ചു കടന്ന് ഞങ്ങൾ ബുൾറിംഗ് ഷോപ്പിംഗ് മാളിനുള്ളിലേക്ക് കയറി. ഹൈ സ്ട്രീറ്റിൻ്റെ ഇരുഭാഗത്തുമായി നിർമ്മിച്ചിരിക്കുന്ന വലിയ ഒരു കച്ചവട സമുച്ചയമാണ് അത്. നടുവിൽ കാണുന്ന ചത്തുരത്തിലേക്ക് ഇറങ്ങി പടവുകളിലൊന്നിൽ ഇരുന്നു ഞങ്ങൾ. ആ പടവിലൂടെ താഴേക്ക് ഇറങ്ങിപ്പോയാൽ സെയിൻറ്റ് മാർട്ടിൻസ് പള്ളിയിലെത്തും. അതിനുമപ്പുറം ഒരു നാട്ടുചന്തയാണ്. ഞങ്ങളിരിക്കുന്ന ഈ ഭാഗമാണ് ബുൾറിംഗ് എന്ന് അറിയപ്പെടുന്നത്. നേരത്തെ സൂചിപ്പിച്ച കാളപ്പോര് നടക്കുന്ന ഗോതയാണ് ബുൾറിംഗ് എന്ന് പറയുന്നത്. പണ്ട് രക്തരൂക്ഷിതമായ ആ മൃഗയുദ്ധം നടന്നിരുന്നത് ഇവിടെയാണ്. ഞങ്ങൾ ഇരിക്കുന്നതിൻ്റെ അടുത്തായി ഹൊറേഷ്യ നെൽസൺ എന്ന നാവിക പോരാളിയുടെ ശില്പം കാണാം. ലണ്ടനിലെ ട്രഫാൽഗർ സ്ക്വയറിലും അദ്ദേഹത്തിൻ്റെ ശില്പം ഉള്ളത് ഞാൻ ഓർത്തു. 18-ാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയിൽ ജീവിച്ചിരുന്ന അദ്ദേഹം ഇംഗ്ലണ്ട് കണ്ട ഏറ്റവും ധീരനായ പോരാളികളിൽ ഒരാളായിരുന്നു. പല യുദ്ധങ്ങളിലായി കണ്ണും കൈയും ഒക്കെ നഷ്ടപ്പെട്ടിട്ടും അദ്ദേഹം തൻ്റെ നാവിക ദൗത്യം തുടരുകയായിരുന്നു. എല്ലാ പൗരന്മാരും തൻ്റെ കടമ നിർവഹിക്കണമെന്ന് ഇംഗ്ലണ്ട് ആഗ്രഹിക്കുന്നു എന്ന അദ്ദേഹത്തിൻ്റെ വാചകം ഇപ്പോഴും ഒരു സ്ലോഗൻ പോലെ ഉപയോഗിക്കപ്പെടുന്നു. ബുൾറിംഗിൽ നിന്നും പടവുകളിറങ്ങി ഞങ്ങൾ സെയിൻറ്റ് മാർട്ടിൻസ് പള്ളിയിലൊന്ന് കയറി. അതിനുശേഷം അപ്പുറത്തുള്ള നാട്ടുചന്തയിലും. Excuse me, come on quickly. ചന്തയിൽ നിന്നുമിറങ്ങി ഒരു ഊബർ പിടിച്ച് അല്പം അകലെയുള്ള ബിർമിംഗ്ഹാം ബൊട്ടാണിക്കൽ ഗാർഡൻസിലേക്ക് പോയി. നഗരമധ്യത്തിലെ വലിയ ഒരു ഉദ്യാനമാണ് അത് എന്നാണ് കേട്ടിട്ടുള്ളത്. ഉദ്യാനത്തിലെ കാഴ്ചകൾ കണ്ട് നടക്കുമ്പോൾ ഇംഗ്ലീഷ് പട്ടണങ്ങളുടെ പൊതുവായ ചില കാര്യങ്ങൾ ഓർക്കുകയായിരുന്നു ഞാൻ. മകൾ താമസിക്കുന്ന കൊവൻട്രിയിൽ നിന്നും ഏകദേശം 40 കിലോമീറ്റർ അകലെയുള്ള പട്ടണമാണ് ബർമിംഗ്ഹാം. വെസ്റ്റ് മിഡ്ലാൻഡ്സിലെ ഏറ്റവും പ്രമുഖമായ പട്ടണമാണിത്. കൊവൻട്രിയും ബിർമിംഗ്ഹാമും മാത്രമല്ല, UK-യിലെ പല വലിയ പട്ടണങ്ങളും ഡെമോഗ്രഫിയിൽ സങ്കരമാണ് എന്നതുപോലെ തന്നെ വാസ്തുനിർമ്മിതിയിലും സങ്കരമാണ് എന്ന് പട്ടണത്തിലൂടെ നടന്നപ്പോൾ തോന്നി. പഴയതും പുതിയതുമായ കെട്ടിടങ്ങൾ ഇടകലർന്നാണ് കാണപ്പെടുന്നത്. എല്ലാ പട്ടണത്തിലും ആധുനികമായ ഭാഗങ്ങൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ടെങ്കിലും വളരെ അടുത്തു തന്നെയായി പൗരാണികമായ മന്ദിരങ്ങളും കാണാം. യൂറോപ്പിലെ പല പട്ടണങ്ങളിലും ഓൾഡ് ടൗൺ പ്രത്യേകമായി സംരക്ഷിച്ചിരിക്കുന്നത് കാണാം. എന്നാൽ UK-യിൽ അങ്ങനെ കാണുകയില്ല. പട്ടണത്തിലെ എല്ലാ പൗരാണിക കെട്ടിടങ്ങളും പുരാതന ഭാഗങ്ങളും പുതിയ കെട്ടിടങ്ങളോടും ആധുനിക ഭാഗത്തോടും ഒപ്പം ഏറ്റവും സജീവമായി നഗരത്തിൻ്റെ അവിഭാജ്യ ഘടകമായി തുടരുന്നു. ഈ പട്ടണങ്ങളിലെയും പട്ടണപ്രാന്തത്തിലെയും പല വീടുകളും 150ഉം 200ഉം വർഷം പഴക്കമുള്ളവയാണ്. എങ്കിലും അവയെല്ലാം ഏറ്റവും സജീവമായി ഉപയോഗിച്ചുകൊണ്ട് ഇരിക്കുകയുമാണ്. ഇംഗ്ലീഷ് ഭൂപ്രകൃതിയിലെ, പ്രത്യേകിച്ച് മിഡ്ലാൻഡ്സിലെ സവിശേഷമായ വൃക്ഷലതാദികൾ വളർന്ന് പരിലസിക്കുന്ന വലിയ ഒരു ഉദ്യാനമാണ് ഇവിടം. ഗ്രീൻ ഹൗസിനുള്ളിൽ നമ്മുടെ ട്രോപ്പിക്കൽ കാലാവസ്ഥയിൽ വളരുന്ന ചെറുമരങ്ങളുടെ ഒരു ശേഖരവും പ്രദർശിപ്പിച്ചിട്ടുണ്ട്.
ബൊട്ടാണിക്കൽ ഗാർഡനിൽ നിന്നും ഇറങ്ങി ഞങ്ങൾ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി. ഇനി കൊവൻട്രിയിലേക്കുള്ള മടക്ക ട്രെയിൻ പിടിക്കണം. മാളു ജോലി കഴിഞ്ഞ് വരുമ്പോഴേക്കും അവിടെ എത്തണം. പ്രാഥമികമായി ഞങ്ങൾ കൊവൻട്രിയിൽ വന്നത് അവളോടൊപ്പം കുറച്ച് സമയം പങ്കിടാനാണല്ലോ.